ഇന്നത്തെ ആദ്യത്തെ പദ്ധതി പ്രസംഗമായ ശ്രീ സൂരജ് കെയുടെ മഞ്ഞുരുക്കൽ പദ്ധതി 1 വിഷയം എന്നോടൊപ്പം. അത് അവലോകനം ചെയ്യുന്നത് ശ്രീ സജിത് വെള്ളിക്കുളങ്ങരയാണ്. എനിക്ക് തോന്നുന്നു പ്രാസംഗികനും അവലോകനും ഒരേ നാട്ടുകാരാണ് അല്ലേ? വടകര സ്വദേശികൾ ശരിയല്ലേ? ഇന്ന് സൂരജ് കെയുടെ പ്രസംഗം അവലോകനം ചെയ്യുന്ന ശ്രീ സജിത് വെള്ളിക്കുളങ്ങരയാണ്. ശ്രീ സജിത് വെള്ളിക്കുളങ്ങര, താങ്കൾ അദ്ദേഹത്തിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഇന്നത്തെ പ്രഭാഷകൻ സൂരജ്, അദ്ദേഹത്തിൻ്റെ എന്നോടൊപ്പം എന്നുള്ള ആദ്യത്തെ പദ്ധതി പ്രസംഗം 1. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ: ഒരു സദസ്സിന് മുന്നിൽ സംസാരിക്കുക, പൊതുപ്രഭാഷണത്തിൽ നിലവിലുള്ള കഴിവുകൾ മനസ്സിലാക്കുക, പ്രഭാഷണ കലയെക്കുറിച്ച് കൂടുതൽ അറിയുക. ഇതാണ് ഒന്നാമത്തെ 1 മുതൽ 10 വരെയുള്ള പദ്ധതി പ്രഭാഷണ വിദ്യാഭ്യാസ പരിപാടി ആദ്യത്തെ പദ്ധതി പ്രസംഗത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. കൂടാതെ ഇന്നത്തെ വാക്കായ ജ്ഞാനം പദ്ധതി പ്രസംഗത്തിൽ ഉപയോഗിക്കുക. കൃത്യം സമയം ഇന്ന് നിങ്ങൾക്ക് 4 മുതൽ 6 മിനിറ്റ് വരെ സമയമുണ്ട്. ആ സമയം പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുക. എല്ലാ തരത്തിലും എന്നോടൊപ്പം എന്ന പ്രഭാഷണം നല്ല രീതിയിൽ നടത്താൻ കഴിയില്ല എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീ സജിത് വെള്ളിക്കുളങ്ങര. അപ്പൊ നമുക്ക് നല്ലൊരു കൈയടിയോടുകൂടി ശ്രീ സൂരജ് കെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ആദ്യത്തെ അദ്ദേഹത്തിന്റെ വരവ് അറിയിച്ച നിമിഷ പ്രസംഗം വളരെയധികം പ്രശംസ നേടിയ ഒന്നാണ്. അപ്പോൾ നല്ലൊരു ആത്മവിശ്വാസം ഉള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ സൂരജ് കെ. സ്വാഗതം ശ്രീ സൂരജ് കെ. നന്ദി ശ്രീ ജിഷ്ണു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് സൂരജ് കെ. ഞാൻ കോഴിക്കോട് വടകരയിൽ നിന്ന് വരുന്നു. നിങ്ങൾക്കറിയാം, ചരിത്രപരമായി ഭാരതത്തിൽ തന്നെ ആദ്യമായ ഒരു വിദേശ സഞ്ചാരി കാലുകുത്തിയ മണ്ണ് തച്ചോളി ഉദയൻ്റെയും ലോകനാഥ് കാവലമ്മയുടെയും നാടായ വടകര, അവിടെ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ കുടുംബം ഇവിടെ ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. വേറെ മകൻ ഭാരതത്തിൻ്റെ മറ്റൊരു പേരുള്ള വിദ്യാലയത്തിൽ 1ാം തരത്തിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ 2 വയസ്സ് തികയാൻ പോകുന്നേ ഉള്ളൂ. ഭാര്യ ആദ്യമുള്ള സേവന രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തന്നെ. നാട്ടിൽ ഞാൻ വിദ്യാഭ്യാസമൊക്കെ ചെയ്തത്, പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്തത് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയ സ്കൂളിലാണ്. അവിടെ എൻ്റെ ബന്ധു കൂടായ ഒരു ടീച്ചർ, അവിടുത്തെ ടീച്ചറായതുകൊണ്ട് എല്ലാവർക്കും കിട്ടുന്നതിനെക്കാട്ടും ഒരടി അന്ന് നമുക്ക് കൂടുതൽ കിട്ടിയിരുന്നു. അതിനുശേഷം ഞാൻ മടപ്പള്ളി ഗവൺമെൻറ് വിദ്യാലയത്തിലേക്ക് 10ാം തരം വരെ പഠിച്ചു. അന്നത്തെ ഒരു ചിന്ത, 10ാം തരം എങ്ങനെയെങ്കിലും കഴിഞ്ഞ് ജോലി നേടുക, പൈസ ഉണ്ടാക്കുക, കാശ് ഉണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമായിരുന്നു. അങ്ങനെ 10ാം തരം കഴിഞ്ഞു, ജോലിക്ക് പോയി. 4 വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കി, വിദ്യാധനം സർവ്വധനാൽ പ്രധാനമാണ്. വിദ്യാഭ്യാസം, ആംഗലേയ ഭാഷയുടെ നൈപുണ്യം, ഇതൊക്കെ ജീവിതത്തിൽ ഏവർക്കും ഒരു പ്രഥമ സ്ഥാനമുണ്ടെന്ന് ആ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കി. തുടർന്ന് ഞാൻ പിന്നെയും 11ാം ക്ലാസ് 12ാം ക്ലാസ് പഠിക്കാൻ പോയി. ആ കലാലയത്തിലെ 350 കുട്ടികളിൽ ഏറ്റവും മുതിർന്ന കുട്ടി ഞാനായിരുന്നു. അതിൻ്റെ ബഹുമാനവും അതിൻ്റെ സ്ഥാനവുമെല്ലാം മാഷന്മാരായാലും കുട്ടികളായാലും എനിക്ക് തന്നിട്ടുണ്ട്. കാരണം എൻ്റെ അനിയൻ്റെ പ്രായത്തിലുള്ള, അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ചവരുടെ അനിയത്തിമാരായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്നിട്ട് 350 പേരുണ്ടായിരുന്ന ആ ഒരു കലാലയത്തിൽ 12ാം ക്ലാസ്സിലെ വിജയ ശതമാനത്തിൽ 5-6 പേരിൽ ഒരാൾ ഞാനായിരുന്നു. പത്രക്കുറിപ്പുകളിലും വന്നു. അത് വലിയൊരു കാര്യമായി ഞാൻ കണക്കാക്കുന്നു. ലേറ്റായിട്ട് താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ തോന്നിയെങ്കിലും അത് വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൽ കൃതാർത്ഥനാണ്. എൻ്റെ ഭാര്യയുടെ വീട് നമ്മുടെ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ നാട്ടിലാണ്. ജഗന്നാഥ ക്ഷേത്ര നാട്ടിലാണ്, തലശ്ശേരി എന്നറിയപ്പെടുന്ന നാട്ടിലാണ്. അച്ഛൻ, അമ്മ, അനിയൻ നാട്ടിലുള്ളത്. അച്ഛൻ 4 വർഷം മുമ്പ് മരണമടഞ്ഞു. അച്ഛന് ഭക്ഷണശാല നടത്തിപ്പോയിരുന്നു, ചെറിയൊരു ഭക്ഷണശാലയിൽ അമ്മയും കല്യാണം കഴിഞ്ഞ മുതലേ അച്ഛൻ്റെ കൂടെ തന്നെയായിരുന്നു. അച്ഛൻ്റെ മരണശേഷം എൻ്റെ അമ്മയെയും
ഭാര്യയുടെ അമ്മയെയും എനിക്ക് ഇവിടെ ബഹ്റൈനിൽ കൊണ്ടുവരാൻ സാധിച്ചു. അതിലും ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേടിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. കുറേ സൗഭാഗ്യങ്ങൾ നേടിയിട്ടുണ്ടെങ്കിലും അതൊന്നും എൻ്റെ ഒരു കഴിവാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എല്ലാം മുൻജന്മ സുഹൃതം അല്ലെങ്കിൽ അച്ഛനമ്മമാർ ചെയ്ത നല്ല പ്രവൃത്തിയുടെ ഫലമായിട്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് ആഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിലും അബ്ദുൽ കലാം പറഞ്ഞതുപോലെ കുന്നോളം അല്ലെങ്കിൽ ആ റോക്കറ്റ് പോലെ ആഗ്രഹിച്ചാൽ മാത്രമേ കുറച്ചെങ്കിലും നമുക്ക് നേടാൻ പറ്റൂ, അല്ലെങ്കിൽ അത്രയും ആഗ്രഹിക്കണം എന്ന് പറഞ്ഞതുപോലെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ശ്രീ ബുദ്ധൻ പറഞ്ഞ വാക്കുകളാണ് ഇഷ്ടം. അത്യാഗ്രഹിച്ചാൽ അത്യാഗ്രഹമാണ് ദുഃഖത്തിന് കാരണമെന്ന് വിശ്വസിക്കുന്നു. കർമ്മം ചെയ്യുക, നല്ല കർമ്മങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുക, കർമ്മഫലം തീർച്ചയായും നമ്മളെ തേടി വരും എന്ന് വിശ്വസിക്കുന്നതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് 15 വർഷത്തോളമായി. ആദ്യത്തെ 5 വർഷത്തിന് ശേഷമാണ് എൻ്റെ വിവാഹം വരുന്നത്. അതും ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഞാൻ ഒരു മുൻകൈ എടുക്കാണ്ട് ആദ്യമായിട്ട് ഒരു ഗ്ലാസ് ചായ വരെ കിട്ടാണ്ട് പെണ്ണ് കാണാൻ ചടങ്ങിൽ ഒരു ചായ വരെ കുടിക്കാണ്ടായിരുന്നു എൻ്റെ വിവാഹം നടന്നുള്ളത്. അതിലും ഞാൻ ഒരുപാട് ആത്മാർത്ഥതയുണ്ട്. ആത്മാർത്ഥമായി എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരെയും സ്മരിക്കുന്നു. അവർ ചെയ്ത പുണ്യപ്രവൃത്തിയുടെ ഫലമായിരിക്കും ചിലപ്പോൾ അതങ്ങനെയൊക്കെ നടന്നത്. അവരെ കൊണ്ട് ഇവിടെ തിരിച്ചു കൊണ്ടുവരാനും ബഹ്റൈനിൽ ജീവിക്കാനും ഒന്നും നമ്മൾ ആദ്യമായി വരുന്ന സമയത്ത് ഒന്നും ആഗ്രഹിച്ചില്ലെങ്കിലും അതൊക്കെ സബലീകരിക്കാൻ കഴിഞ്ഞു. അച്ഛനമ്മക്കും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അവരെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. അപ്പം എല്ലാവരും പ്രയത്നിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ അറിവ് വളർത്തിക്കൊണ്ടിരിക്കുക. എൻ്റെ ആഗ്രഹം അറിയപ്പെടുന്ന ഒരു ശീതീകരണ യന്ത്രത്തിൻ്റെ ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണ്. ഈ ഒരു മേഖലയിൽ കൂടുതൽ നൈപുണ്യവും കൂടുതൽ ജ്ഞാനവും നേടിയെടുത്ത് സമൂഹത്തിൽ തന്നെ ഒരു വ്യത്യസ്തനായ ഒരു മെക്കാനിക് ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. സ്പീക്കേഴ്സ് ഫോറത്തിൻ്റെ പിന്നിലുള്ള പ്രവർത്തിച്ച അല്ലെങ്കിൽ സ്പീക്കേഴ്സ് ഫോറം തുടക്കമിട്ട എല്ലാ മാന്യ വ്യക്തികളെയും ഒരു വട്ടം കൂടി സ്മരിച്ചുകൊള്ളുന്നു. താങ്ക് യു. ശ്രീ സൂരജ് KK എന്നോടൊപ്പം എന്ന വിഷയത്തിൽ ഞങ്ങളെയും കൂട്ടിക്കൊണ്ടുപോയ ശ്രീ സൂരജ് KK ഒരിക്കൽ കൂടി നല്ലൊരു കൈയ്യടി നൽകാം.